ഷിൻഡോയുടെ ജീവൻ നിലനിർത്താൻ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ഷിൻഡോ അർബുദബാധയെ തുടർന്ന് ചികിത്സയിലാണ്. 40 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ചികിത്സ നടത്തിയാൽ മാത്രമേ ഷിൻഡോയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ. ഇതിനായി ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി രജി പുളിക്കൽ ഷിൻഡോ എന്ന ഒരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞതെങ്കിൽ ഷിൻഡോയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കൂടി ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഷിൻഡോയുടെ അമ്മ രോഗിയാണ്. ഷിൻഡോയുടെ ഭാര്യയും രോഗാവസ്ഥയിലാണ്. ഷിൻഡോയ്ക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒന്ന് +1 പഠിക്കുന്നു, രണ്ടാമത് 10ാം ക്ലാസ് പഠിക്കുന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ആ ജോലി ചെയ്ത് കുടുംബം സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആ യുവാവിന് അർബുദം ബാധിച്ചു. അതിൻ്റെ ചികിത്സ MBR ആശുപത്രിയിലാണ് നടത്തിപ്പോകുന്നത്. ഏറ്റവും രക്താർബുദമാണ് അദ്ദേഹത്തെ ബാധിച്ച രോഗം. അതിന് മജ്ജ മാറ്റിവെക്കൽ അടക്കമുള്ള ചികിത്സാ വിധികളെല്ലാം പൂർത്തിയായി. അതോടുകൂടി രോഗമുക്തി നേടും എന്ന പ്രതീക്ഷയിലായിരുന്നു ഡോക്ടർമാരും ഷിൻഡോയും കുടുംബവും. നിർഭാഗ്യവശാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവുകയും വീണ്ടും രോഗം മൂർച്ഛിച്ചു എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ രോഗാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അതിനൊരു ചികിത്സ എന്ന് പറയുന്നത് കാർഡ് സെൽ തെറാപ്പി എന്നാണ് അവർ പറഞ്ഞത്, ഡോക്ടർമാർ പറഞ്ഞത്. രക്തത്തിലുള്ള രക്തകോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിനെ മറ്റെന്തോ ചില എന്താ പറയുക, എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല, എന്തോ ചില എൻറിച്ച്മെന്റ് നടത്തിയിട്ട് വീണ്ടും ആ രക്തകോശങ്ങളെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് കടത്തിവിട്ട് അങ്ങനെ വരുന്ന രക്തകോശങ്ങൾ ഈ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുവാൻ പര്യാപ്തമാണ് എന്നും അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് 100% ശാസ്ത്രീയ, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഞാനും അന്വേഷിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതായത് അത് വളരെ അപൂർവമായി ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റാണ്, വളരെ ചെലവേറിയതാണ്. ഇതിനോടകം ഷിൻഡോയുടെ കുടുംബത്തിന് ഏകദേശം 10-30 ലക്ഷത്തോളം രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ കാണുന്ന ഏറ്റവും ചെലവേറിയ ചികിത്സകളിലൊന്നാണ് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ. അതിന് തന്നെ വലിയൊരു പൈസ ചെലവാകുന്നതാണ്. ഏകദേശം 10-30 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. ആ ചെലവായത് അവരുടെ കുടുംബവുമായി അടുത്ത് ബന്ധമുള്ളവരും ഷിൻഡോയുടെ അടുത്ത സുഹൃത്തുക്കളുമായി ചേർന്നിട്ട് ആണ് ഇതുവരെ എത്തിയത്. ഇനിയും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവിടെയുള്ള ഏക ബ്രെഡ്വിന്നറാണ്. ആകെ എന്താണ് പറയുക, ഒരു കുടുംബം നടത്താൻ വേണ്ടിയിട്ട് ആകെ വരുമാനമുള്ള ഒരാളായിരുന്നു ഷിൻഡോ. ഷിൻഡോയുടെ ഈ അവസ്ഥയിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് അവര് സമൂഹത്തിന്റെ സഹായം. ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി സംസാരിച്ചു. ഷിൻഡോയുടെ രോഗാവസ്ഥയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു അവസ്ഥയും അലക്സാണ്ടർ സാറിനുണ്ടായി. ഇവിടെ നമ്മൾ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒത്തുചേർന്നിരിക്കുന്നത്. ആ ഒരു കുടുംബത്തിന് താങ്ങും തടലുമായിട്ടുള്ള അതിലെ ഏക ആശ്രയമായ ഷിൻഡോയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഈ നാട് ഒന്നിച്ച് ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മളുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം 1-2 ആഴ്ച കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റിൽ ഉൾപ്പെട്ട 38 ലക്ഷം രൂപ എന്നത് സ്വരൂപിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളുടെ കൂട്ടായ ശ്രമം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛന് നമ്മളെ വിചാരിച്ച് അതിനെ കുറിച്ചിട്ട് ഒരു ധാരണ പറയുമ്പോൾ ഇതിന് ആമുഖമായിട്ടുള്ള ചില കൂടിയാലോചനകൾ നടന്നിട്ടുണ്ടോ.
ഇതിനു മുമ്പ് നമ്മളുടെ നാടുകളിൽ ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള അവസ്ഥയിൽ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള അനുഭവപാഠമുള്ളവരാണ് എല്ലാവരും. ചെറുപുഴ ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ആദ്യഘട്ട പരിപാടി നടന്നത്. ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരിപ്പക്കാട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഭംഗിയായി ഒരിടവകയിലെ വികാരിച്ച് ഒരിടവകാരണത്തെ പറ്റി പറയുന്നത് പോലെ അലക്സാണ്ടർ സാറ് വളരെ നന്നായി വിവരിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് അപ്പുറത്തേക്ക് ഇന്ന് വിവരിക്കേണ്ട കേസുകളിൽ തന്നെ ഞാൻ കരുതിയ കാരണം ഒരിടവകയിലെ വികാരിച്ചതിന് ഇടവക അന്നത്തെ പ്രകാരം അറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ അലക്സാണ്ടർ സാറ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എൻ്റെ റോള് ഭംഗിയായിട്ട് അത് അലക്സാണ്ടർ സാർ നിർവഹിച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യം അത്രമാത്രം ആ കുടുംബത്തെ പറ്റി സാർ പഠിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതാണ് ഞാൻ കാണുക. അത് സാറിന് ആ കുടുംബത്തോടുള്ള താല്പര്യത്തെ പറ്റി അതുപോലെ തന്നെ ഷിൻഡോയുടെ ജീവിതത്തെ കുറിച്ച് നല്ല ഒരു സഹകരണങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്ത് സഹകരിക്കണമെന്നുള്ള നല്ല ചിന്തയുള്ളത് കൊണ്ടാണ് സാറ് നന്നായി പഠിച്ചത് ഞാൻ കരുതുകയാണ്. അതുപോലെ നിങ്ങളെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ഇത്രയും മനുഷ്യര് എല്ലാവരും ഈ ചെറുപുഴ പ്രദേശത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാര്, വിവിധ മതത്തിൽപ്പെട്ടവര്, വിവിധ രംഗങ്ങളിൽ സേവനം ചെയ്തവരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഞാൻ എന്റെ സഹോദരനാണ് ഷിൻഡോ എന്നുള്ള തോന്നല് നിങ്ങളുടെ മനസ്സിനുള്ളിൽ തീർച്ചയായും രൂപം കൊണ്ടതുകൊണ്ടാണ് ആ സഹോദരനോട് പ്രവർത്തിക്കണം, ആ സഹോദരന്റെ ജീവനെ തിരികെ പിടിച്ച് ആ കുടുംബത്തിന് വലിയൊരു ഉണർവാക്കി മാറ്റണം എന്നുള്ള നല്ല ആഗ്രഹമുള്ളവരാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൽ നിങ്ങൾ എല്ലാവരും വന്നത്. ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, പ്രത്യേകിച്ച് നന്ദി പറയുകയും അതുപോലെ മീഡിയ പ്രവർത്തകരുടെ സജീവമായിട്ട് കൂടെയുണ്ട്. നമുക്കറിയാം ഏതൊരു പ്രവർത്തനവും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, ഫാദർ സേവ്യർ പുത്തൻപുര, ഫാദർ നിബിൻ കുണ്ടാരം എന്നിവർ സംസാരിച്ചു. വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റാ അനലിറ്റിക്സ്, UI and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് CCTV. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. എല്ലാ മാസവും ക്യാമ്പസ് ഇന്റർവ്യൂവും ജോബ് ഫെയറും. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.